ബ്ലെസ്സിങ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം ഉണർന്നിരുപ്പീൻ. മത്തായി 25-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിക്കുവിൻ. നമ്മുടെ കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു നമ്മൾ ഉണർന്നിരിക്കണമെന്ന്. രാത്രി മുഴുവനും കണ്ണും തുറന്നിരിക്കാനല്ല ഉണർന്നിരിക്കണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നവരും വചനത്തിൽ വേരൂന്നി വളരുന്നവരും വചനം എന്നിലും നമ്മൾ ദൈവത്തിലും വസിക്കണം. അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഏത് സമയത്ത് വന്നാലും എപ്പോൾ വന്നാലും അവനോടുകൂടെ പോകുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വിടൽപ്പെടും. അതിനാണ് നിങ്ങളോട് പറയുന്നത്, ഉണർന്നിരിക്കുവിൻ. നമ്മൾ ഓരോരുത്തരും ഉണർന്നിരിക്കുന്നവരായിരിക്കണം. ആത്മീയമായി ഉറങ്ങാതെ ഉണർന്നിരിക്കണം. എപ്പോൾ കർത്താവ് വന്നാലും നമ്മൾ അവനോട് കൂടെ പോകുവാൻ റെഡി ഉള്ളവരായിരിക്കണം. അതിനുവേണ്ടി ആണ് പറയുന്നത് ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന്. ഇനി ഒരു വാക്യം നോക്കാം. 1 തീമോത്തി 4:16. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നാം നമ്മളെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അനേക ദൈവവചനത്തിന് വിരുദ്ധമായ അനേക ദുരുപദേശങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം അനേക സാത്താൻ്റെ സഭകളുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. സാത്താൻ്റെ സഭകളുണ്ട്. അതുപോലെ തന്നെ ഈ വചനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ ഇവർ സംസാരിക്കുന്നത് വചനത്തിലുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. വചനത്തിലുള്ള കാര്യമല്ല എങ്കിൽ അവരോട് പറയണം, ഞങ്ങൾക്കിതൊന്നും വേണ്ട, നിങ്ങൾ ദയവ് ചെയ്ത് ഇറങ്ങി പൊക്കോളാൻ പറയണം. അങ്ങനെ അവരെ ഇറക്കി വിടണം. നിങ്ങൾക്കൊരു ശാപവും വരത്തില്ല, ഒരു പാപവും വരത്തില്ല, ഒന്നും വരത്തില്ല. നിങ്ങൾ അവരെ എന്തു ചെയ്യണം? നാനാ ദുരുപദേശങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നവരായിരിക്കണം. ദുരുപദേശങ്ങളിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി നമ്മളെ തളർത്തി കളയുവാനാണ് സാത്താൻ ഓടി നടക്കുന്നത്. അതിന് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ബൈബിള് ധ്യാനിക്കുന്നതിലും വിശുദ്ധ ജീവിതത്തിൽ നിന്നും എല്ലാം നമ്മളെ തളർത്തി കളയണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് സാത്താൻ ഓടി നടക്കുന്നത്. അത് സാധാരണ രീതിയിലല്ല ഓടി നടക്കുന്നത്. അലറുന്ന സിംഹം എന്ന പോലെ ദൈവമക്കളോടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഉണർന്നിരുന്ന് സാത്താനോടെ എതിർത്ത് നിൽക്കണം. നമ്മൾ ദൈവത്തിന് അകത്തായിരിക്കണം, ദൈവത്തിൻ്റെ അകത്തായിരിക്കണം. സാത്താനെ നമ്മൾ ഓടിച്ചു വിടണം. ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സാത്താനെ ഭയപ്പെടരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ഒരു വ്യക്തിക്ക് സാത്താനെ ഒരു ഭയവും വരത്തില്ല. അത് നമ്മുടെ അടുത്ത് പോലും വരത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ തീ നമ്മുടെ മേലിരിക്കുമ്പോൾ അയ്യോ അവിടെ അടുത്ത് പോകാനൊക്കത്തില്ല, അവൻ്റെ അടുത്ത് പോകാനൊക്കത്തില്ല എന്ന് സാത്താന് വിളിച്ചു കൂവി ഓടിപ്പോകും. നമ്മളെപ്പോഴും പരിശുദ്ധാത്മ നിറവോടുകൂടെ, നമ്മൾ ആത്മപരവശയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും
വചനം വായിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സാത്താൻ അടുത്ത് വരത്തില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കണം. അയ്യോ, എൻ്റെ മകൻ അമേരിക്കയ്ക്ക് പോയി, ഞാൻ എന്നെൻ്റെ മകൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോകാനൊക്കും, എൻ്റെ മകൻ എന്ന് ഞാൻ വലിയ പണക്കാരത്തി എന്നാകും, ഞാൻ വലിയ പണക്കാരൻ എന്നാകും. ആ ചിന്തയെല്ലാം വിടണം. ഇനി നമുക്ക് അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അതെല്ലാം ദൈവം നടത്തിത്തരും. ദൈവം എന്നതാ പറഞ്ഞിരിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിനകത്ത്, ശുഭവും നന്മയും കരുണയും നിന്നെ പിന്തുടർന്ന് വരുമെന്ന. പിന്തുടർന്ന് നമ്മുടെ പുറകെ അത് വരുന്നത്. നമ്മളൊന്നും തേടിപ്പോകണ്ട, നമ്മുടെ പുറകെ അത് വരും. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ആത്മപരവശരാകി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ താണിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സാത്താന് വരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു വാക്യം നമുക്ക് നോക്കാം. മർക്കോസ് 13-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യം. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവനായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. സാലുക്കുട്ടി അല്ല ഈ പറയുന്നത്, വചനമാ പറയുന്നത്. വചനാനുസാരമാക്കി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ കർത്താവ് ഏത് സമയത്ത് വന്നാലും ഏത് നേരത്ത് വന്നാലും നമുക്ക് ദൈവത്തോടു കൂടെ പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആത്മീയമായി നമ്മൾ ഉണർന്നിരിക്കണം. നമ്മുടെ കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നല്ലോ, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. പ്രിയ മക്കളെ, നമ്മൾ ആത്മീയമായി എപ്പോഴും ഉണർന്നിരിക്കുന്നവരായിരിക്കണം. ആ 10 കന്യകയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. 5-10 പേരും മണവാളൻ വരുന്ന സമയം അടുത്തു. ആ മണവാളൻ്റെ വരവിന് വേണ്ടി 10 പേരും കാത്തിരിക്കുകയാണ്. 10 പേരും കാത്തിരിക്കുമ്പോൾ ഭയങ്കര ആർപ്പുവിളി, ഭയങ്കര കാഹളനാദം ധ്വനിക്കുന്ന ഒച്ച കേട്ടു. ഉടനെ 10 പേരും ചാടി എഴുന്നേറ്റു. 10 പേരും വിളക്ക് കത്തിക്കാനായിട്ട് നോക്കി. 5 പേരുടെ വിളക്ക് കത്തുന്നു. 5 പേരുടെ വിളക്ക് കെട്ടുപോയി. ആ വിളക്ക് കെട്ടുപോയപ്പോൾ ഈ കത്തിയവരോട് അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് സ്വല്പം എണ്ണ വായ്പ തരാമോന്ന്. ഇല്ല, നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കുമില്ല, നിങ്ങൾക്കുമില്ലാതാകും. വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയുന്നു. അങ്ങനെ അവർ വാങ്ങിക്കാൻ പോയപ്പോൾ ആര് വന്നു? നമ്മുടെ മണവാളനായ കർത്താവായ യേശു ക്രിസ്തു വന്നു. ഈ 5 പേരെ കർത്താവിനോടുകൂടെ പോയി. 5 പേരെ വിടൽപ്പെട്ടു. എണ്ണയും മേടിച്ചോണ്ട് വന്ന് കതകെ വന്ന് മുട്ടുകാണ്. തുറക്ക് കർത്താവേ എന്നും പറഞ്ഞ് കർത്താവ് തുറന്നു. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മൾ പള്ളിയിൽ പോകുന്നവരായിരിക്കാം, നമ്മൾ കാണിക്ക ഇടുന്നവരായിരിക്കാം, സ്വത്രകാഴ്ച ഇടുന്നവരായിരിക്കാം, നമ്മൾ ദശാംശം കൊടുക്കുന്നവരായിരിക്കാം. നമ്മൾ ഉറങ്ങിപ്പോകരുത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരും വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും ആത്മപരവശയോടുകൂടെ നമ്മൾ ദൈവത്തിന് വേണ്ടി, നമ്മുടെ ദൈവം ഏത് സമയത്ത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. ഏത് സമയത്ത് വന്നാലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പോകാൻ റെഡിയുള്ളവരായിരിക്കണം. അങ്ങനെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് വരിൽ, ദൈവം നമ്മളെ എടുത്തുകൊണ്ട് പോകണമെന്ന് വരിൽ നമ്മൾ ഇങ്ങനെയുള്ളവരായിരിക്കണം, കാത്തിരിക്കുന്നവരായിരിക്കണം, ഉണർന്ന് കാത്തിരിക്കുന്നവരാണ്. രാത്രി മുഴുവൻ കണ്ണും തുറന്നിരിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ വചനത്തിൽ വേരൂന്നി വളരണം. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് പോകണം. അത് നമ്മൾ എപ്പോഴും ഒരു കാറ്റ് വന്നാലും മഴ വന്നാലും ഭൂകമ്പം വന്നാലും എന്ത് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. ആ മരം നല്ല രീതിയിൽ ഫലം കായ്ച്ച് നല്ല ആറ്റരികത്തിൽ നിൽക്കുന്ന ഇലവാടത്ത് തക്കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ നമ്മളെ ഓരോരുത്തരും ദൈവം എടുത്ത് പ്രയോഗിക്കണം. അങ്ങനെ എടുത്ത് പ്രയോഗിക്കുന്നവർക്ക് മാത്രമേ, അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ, നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷത്തെ മാത്രമേ ദൈവം ഇഷ്ടപ്പെടത്തുള്ളൂ. നീ ഫലം കൊടുക്കാതെയും നീ ഉണങ്ങി നീ നിദ്ര പ്രാപിച്ചുകൊണ്ടിരുന്നാൽ, നീ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ദൈവം വരുമ്പോൾ പോകാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി
കൈ കൂപ്പിപ്പിടിച്ച് നിങ്ങളോട് പറയുകയാണ്, നമ്മൾക്കിനി സമയം അടുത്തിരിക്കുകയാണ്. വാതുക്കൽ നിൽക്കുക കാണും ദൈവം. ഞാൻ അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. അവൻ്റെ ആ തുത്തിരിനാദം കേൾക്കുന്ന സമയം നമുക്ക് അടുത്തിരിക്കുകയാണ്. നമ്മൾ എന്തു ചെയ്യണം? ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. നിങ്ങൾക്ക് പകലെല്ലാം ജോലിയായിരിക്കാം, പകൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ 10 മണി 10:30 11 ആകുമ്പോഴേലും കിടക്കുമല്ലോ. കിടന്നു കഴിയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ, നല്ലപോലെ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ കട്ടിലേ വന്നിരുന്നുകൊണ്ട് ഒരു 15 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവേ, എന്നെ നീ വിളിച്ചോണത്തണം, എനിക്ക് നിന്നെ സ്തുതിക്കണം, എനിക്ക് നിന്നെ ആരാധിക്കണം, നീ എന്നെ വിളിച്ചോണത്തണമെന്ന് പറഞ്ഞൊന്ന് കിടന്നേ. കറക്റ്റ് 3 മണി 4 മണി ആകുമ്പോൾ അപ്പച്ചൻ നിങ്ങളെ തട്ടി ഉണർത്തും. എന്നെ പുകഴ്ത്താനല്ല പറയുന്നത്, എന്നെ ദൈവം വിളിച്ചുണർത്തുന്നത് 1 മണി 2 മണി ആകുമ്പോഴാണ്. ഞാൻ 11:30 കിടന്നാലും ശരി, 12 മണിക്ക് കിടന്നാലും ശരി, എന്നെ 2 മണി 3 മണിക്കകം വിളിച്ചുണർത്തും. ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ആത്മപരവശയോടെ പ്രാർത്ഥിക്കും. ആ രാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് എന്തോ ഒരു സന്തോഷം തരുന്ന പ്രാർത്ഥനയാണെന്നറിയോ? ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ച് വെച്ചൊന്ന് കിടന്നേ, നിങ്ങൾക്ക് എന്ത് നല്ല ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവം തരുമെന്ന് നിങ്ങളൊന്ന് അനുഭവത്തിൽ കൂടെ അനുഭവിച്ച് നോക്കുക. എൻ്റെ അനുഭവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്കുക. ദൈവം എല്ലാവിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ റോമർ 13:11 മുതൽ 13 വരെയുള്ള വാക്യം, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയിട്ട് കേൾക്കേ. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്കധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർക്കം ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. രാത്രി കഴിവാറായി, നീതി സൂര്യനായ നമ്മുടെ ദൈവം പ്രത്യക്ഷനാകുന്ന സമയം അടുത്തിരിക്കുകയാണ്. സഹോദര സഹോദരി, അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നിങ്ങളൊരു കുഴി കുഴിച്ച് കുഴിയിലിട്ട് മൂടിക്കളയണം. ഇനി നമ്മൾ പകൽ സമയത്ത് നടക്കുന്നത് പോലെ നമ്മൾ നടക്കണം. നമ്മുടെ ദൈവം, നീതി സൂര്യനായ ദൈവം വെളിപ്പെടുന്ന സമയം അടുത്തിരിക്കുകയാണ്. ആ ദൈവത്തോടു കൂടെ നമ്മളെ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് ഉണ്ടല്ലോ, അതുപോലെ പാടുന്നത്, രാത്രിയിൻ കാലങ്ങൾ തീർന്നിടാറായി, പകലേറ്റം നാമോ കിങ്ങാടത്തിടാറായി. രാത്രിയിൻ കാലങ്ങൾ തീർന്നിടാറായി, പകലേറ്റം നാമോ കിങ്ങാടത്തിടാറായി. പ്രിയ മക്കളെ, നീതി സൂര്യനായ നമ്മുടെ ദൈവം അടുത്തിരിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മൾ എങ്ങനെ ഒരുങ്ങണം? നല്ല ഡോവ് സോപ്പോ പിയേഴ്സ് സോപ്പോ ആക്കി കുളിച്ച് നല്ല വെളുത്ത ഡ്രസ്സെല്ലാം ആക്കി ദൈവം വരുന്നതിന് വേണ്ടി കാത്തിരിക്കണോ? ഇല്ല. നിങ്ങളുടെ ഡ്രസ്സ് നോക്കാനല്ല ദൈവം വരുന്നത്. ആ ഡ്രസ്സെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവം തരും. നമ്മളെല്ലാം ഒരുപോലെ കാണും. നമ്മൾക്ക് പോകാൻ എങ്ങനെങ്കിലും എൻ്റെ അപ്പച്ചൻ വരുമ്പം പോകാൻ റെഡിയുള്ളവരായിരിക്കണം മക്കളെ. ഇല്ല, നമ്മൾ വിടൽപ്പെട്ടു പോയെങ്കിൽ അയ്യോ, ആ വെളിപ്പാട് നിങ്ങൾ വായിച്ചു നോക്കാൻ. ആ വെളിപ്പാടിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ വായിച്ച് ഗ്രഹിച്ചു കഴിയുമ്പോൾ, കർത്താവേ, ഇവിടെ ഞങ്ങളെ വിടൽപ്പെടല്ലേ, ഇവിടെ വിട്ടുപോകരുതേ ഞങ്ങളെ എന്നും പറഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യണം. ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രവൃത്തിയില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യം, പ്രവൃത്തിയിൽ കൂടെ നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരായിരിക്കണം.
അടുത്ത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമുക്ക് അനേക പരീക്ഷകൾ വരും. സാത്താൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മളെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗത്സമനയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അവർ ശരിയായിട്ട് ഉറങ്ങിയത് കൊണ്ട് കർത്താവായ യേശുവിനെ പിടിച്ചപ്പോൾ അവർ നാല് വശത്ത് ചിതറി ഓടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ചിതറി ഓടി, അവർ പരീക്ഷയിൽ തോറ്റുപോയി. അതുപോലെ ആ ഗതികേട് നമുക്കാർക്കും വരരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർ പരീക്ഷയിൽ തോറ്റുപോയി. അതിനാണ് കർത്താവ് പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതെ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയുന്നത്. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും മക്കളെ. ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വേസരമില്ലാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 24 മണിക്കൂർ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ജോലിയുണ്ട്, നീ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിനക്ക് ഇച്ചിരി വിടവ് കിട്ടുമല്ലോ. കിട്ടുന്ന സമയത്ത് നിൻ്റെ ഹൃദയം എവിടെ ആയിരിക്കണം? ദൈവവുമായിട്ടായിരിക്കണം. നീ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വെളിപ്പാട് 16:15 വാക്യം, ഞാൻ കള്ളനെ പോലെ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്ന സമയം അറിയായിക കൊണ്ട് നമ്മുടെ ജീവിത വസ്ത്രം നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. നമ്മുടെ ജീവിത വസ്ത്രം എന്താണ്? രക്ഷണയെമ്പ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം. നമ്മൾ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ജോസഫിൻ്റെ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും സാമ്പ്രാണിത്തിരിയും സുഗന്ധദ്രവ്യവും വിറ്റുകൊണ്ട് നടക്കുന്നവർക്ക് വിറ്റു. അവിടെ നിന്നും അവർ കൊണ്ടുപോയി പൊത്തിപ്പേറിന് വിറ്റു. പൊത്തിപ്പേറിൻ്റെ ഭാര്യ ഇവൻ്റെ മേൽ ആശയിട്ടു. ഇവൻ അവിടെ നിന്നും അവൻ്റെ രക്ഷണയെമ്പ വസ്ത്രം കാത്തു സൂക്ഷിച്ച് അവൻ ഓടിപ്പോയത് കൊണ്ട് അവന് 13 വർഷം കാരാഗ്രഹം കിട്ടി. അവിടെ അവൻ മാന്യനായി വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നമ്പികസ്ഥനാകി വിശ്വസ്തയോടുകൂടെ അവൻ അവിടെയും വേല ചെയ്തു, കാരാഗ്രഹത്തിലാണെങ്കിലും. അതുകൊണ്ട് അവനെ ആരാക്കി തീർത്തു? മന്ത്രിയാക്കി തീർത്തു. പ്രിയ മക്കളെ, നമ്മളെപ്പോഴും നമ്മുടെ രക്ഷണയെമ്പ വസ്ത്രം സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ലൂക്കോസ് 12:37 യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. തൊട്ട് കാറുള്ളവരോ ബംഗ്ലയുള്ളവരോ ഭയങ്കര ബാങ്ക് ബാലൻസ് ഇരുന്നവരോ എയറോപ്ലെയിൻ ഇരുന്നവരോ ഒന്നും ഭാഗ്യവന്തരല്ല മക്കളെ. കർത്താവ് വരുമ്പോൾ യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. നമ്മൾക്കതാണ് വേണ്ടിയത്. എൻ്റെ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകണം. നമ്മൾ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും. സ്തുതിക്ക് യോഗ്യനായ ഒരുവൻ നമ്മുടെ യേശു മാത്രം. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ നമ്മുടെ യേശു മാത്രം. ആ യേശുവിനോടുകൂടെ പോകുവാനാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭവനമെല്ലാം ഒരുക്കി തീരുമ്പോൾ അവൻ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ കൂട്ടിക്കൊണ്ട് പോകും. അവൻ വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
ഞാൻ മെസ്സേജിനകത്ത് കണ്ടു, എവിടോ കടലിനടിയിൽ കിടക്കുന്ന മീന് കരയ്ക്ക് വന്നെന്ന്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കരയ്ക്ക് വന്നു. അത് വന്നതിൻ്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, മൂന്നാം ലോകമഹായുദ്ധം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നെന്ന്. എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനൊരു ന്യൂസ് കേട്ടു. എന്ത് വന്നാലും നമുക്കതൊന്നും, നമ്മുടെ ബൈബിളിൽ അതൊന്നുമില്ല. നമുക്കൊന്ന് മാത്രം അറിയാം, ഏത് സമയത്ത് വന്നാലും ശരി നമ്മൾ അവനോടുകൂടെ പോകണം. ആ 5 കന്യകമാരുടെ കൂട്ടത്തിൽ, ദൈവമേ എന്നെ നീ എടുക്കപ്പെടണമേ, ഞാൻ നിന്നോടുകൂടെ മേങ്ങളിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവനാക്കി എന്നെ മാർപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകണം. കർത്താവ് വരുമ്പോൾ നമ്മൾ ആത്മീയമായി ഉണർന്നിരുന്നാൽ നമ്മൾ ആരാണ്? ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. ആത്മീയമായി നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മൾ കൈവിടൽപ്പെടും. നിങ്ങൾ അത് ഓർത്ത് നോക്കേ, ഞാൻ കൈവിടൽപ്പെടുവോ? ഞാൻ കർത്താവിന് ദൈവമേ എന്ന് വിളിക്കുന്നവരാരും എൻ്റെ മക്കളല്ല. ഞാൻ പള്ളിയിൽ പോയെന്നോ, കാണിക്കയാക്കി സ്വത്രകാഴ്ചയിട്ടെന്നോ, ഞാൻ പന്ത് കാഴ്ച കൊടുത്തെന്നോ, ഞാൻ കൺവെൻഷൻ നടത്താൻ രൂപ കൊടുത്തെന്നോ ഒന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. നീ യഥാർത്ഥമായി ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വചനത്തിൽ വേരൂന്നി വളരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ കർത്താവ് പരിശുദ്ധമായി ജീവിക്കണം. രാത്രിയിലെ പ്രവൃത്തിയും നിന്നിൽ കാണല്ലേ. പകൽ കാലത്ത് നീ നടക്കുന്നത് പോലെ നടന്നുവെങ്കിൽ മാത്രമേ നിനക്ക് കർത്താവ് വരുമ്പോൾ, നമ്മുടെ മണവാളൻ വരുമ്പോൾ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്ന ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്ക് കേരളത്തിൽ നിന്നും, ട്രിവാൻഡ്രം സൈഡിൽ നിന്നും എനിക്കൊരു ഫോൺ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ പേര് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ അനിയത്തി കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തു. ICUവിലാണ് കിടക്കുന്നത് എൻ്റെ ചേടത്തി. ICUവിലാണ് കിടക്കുന്നത്. എൻ്റെ ചേടത്തി ഭയങ്കര സീരിയസ് ആണ്. ICUന്ന് സ്വല്പം റൂമിലേക്ക് ചേഞ്ച് ചെയ്ത ഉടനെ ഓക്സിജൻ നിന്നുപോയി, മരിക്കാൻ ഒരുങ്ങുന്നു. അതുപോലെ പിന്നെ ICUവിലേക്ക് കൊണ്ടുപോയി. മകൻ്റെ കല്യാണം അടുത്ത മാസം 19-ാം തീയതിക്ക് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം കൂട്ടം കരച്ചിലാണ്. മകൻ ഇതുവരെ വന്നില്ല. അവന് അമേരിക്കയിലാണ്, ഇതുവരെ വന്നില്ല. ആൻറ്റി എൻ്റെ ചേട്ടത്തേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിരെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവരുടെ ചെവിയിൽ ഫോണിട്ടാൽ അത് അവർക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയി കഴിയുമ്പോൾ വിളിക്കാം, പക്ഷെ അവർക്ക് ഒരു ബോധവുമില്ല, യാതൊരു സുബോധവുമില്ല. ഉള്ളിൽ നോക്കിയാൽ ഒരു ജീവനുണ്ടെന്നേ ഉള്ളൂ. ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോകും, അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, ഡോക്ടർ അല്ലല്ലോ ദൈവം അവരെ സൃഷ്ടി ചെയ്തത്, ദൈവമല്ലേ അവരെ സൃഷ്ടി ചെയ്തത്. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിരെ. ഞാനിതാ പ്രാർത്ഥിക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് നേരം പ്രാർത്ഥിച്ച് 15 മിനിറ്റ് നേരം ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. കാരണം എന്ന് വെച്ചാൽ മകൻ്റെ കല്യാണം അടുത്ത 19-ാം തീയതിയാണ്. എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അമ്മ ആ കല്യാണത്തിനില്ലെങ്കിൽ ആ മകൻ്റെ സ്ഥിതി എന്തായിരിക്കും? ആ കല്യാണം നീട്ടിവെക്കാൻ നോക്കുമോ? അവൻ അമേരിക്കയിൽ നിന്ന് വരുന്നതായി എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ അവരെല്ലാം ആകെപ്പാടെ കഷ്ടപ്പെടുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ കഷ്ടപ്പെടണ്ട, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഒരിക്കലും കൈവിടത്തില്ല ദൈവം എന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ധൈര്യം കൊടുത്തു. അവർക്ക് വിടുതൽ ദൈവം കൊടുക്കും. പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വരും. ആ സമയത്ത് ആ ശക്തി ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ ആ ശക്തി വന്നപ്പോൾ ഞാൻ അവരോട് ധൈര്യം പറഞ്ഞു, അവർക്കൊന്നും ആകത്തില്ല, അവരെ ICUവിലേന്ന് റൂമിലേക്ക് മാറ്റും, നിങ്ങൾ പേടിക്കണം, നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ദിവസം പിന്നെ അവർ ഫോൺ ചെയ്തിട്ട് പറയുന്നു, മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർക്ക് പോലും അതിശയമായി, ആൻറ്റി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ എൻ്റെ ചേടത്തി കണ്ണു തുറന്നു, വർത്താനം പറഞ്ഞു, ഇപ്പോൾ വാർഡിലേക്ക് മാറ്റി, അധികം താമസിയാതെ ഡിസ്ചാർജ് ചെയ്യും. നമ്മുടെ ദൈവം ആരാ മക്കളെ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
ആ ദൈവത്തെ നീ മുറുകെ പിടിക്ക. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആരാണെന്ന് പോലും അറിയത്തില്ല. ഫോണിൽ കൂടെ സൗണ്ട് കേട്ടത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആരാണെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമോ രോഗമോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പറയുക. ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ, എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ വലത്ത് ഭാഗത്ത് നിൽപ്പുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ്റെ നിഴലടിക്കുമ്പോഴേ രോഗികൾ സൗഖ്യമാകും. വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ടാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പറയുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ അവരെ നീ അനുഗ്രഹിക്കണമേ. ഉറക്കം ഉണർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ. ഞങ്ങൾ ഉണർന്നിരിക്കുന്നവരാക്കി തീർക്കണമേ അപ്പാ. ഞങ്ങൾ ആരും കർത്താവെ ആത്മീയമായി ഉറങ്ങിപ്പോവാൻ നീ വിടല്ലപ്പാ. കർത്താവേ, നിനക്ക് സ്തോത്രപ്പ. നിന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും വചനാനുസരണം ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പച്ച. കർത്താവേ, കഴിഞ്ഞ ദിവസം കർത്താവേ ഒരു അമ്മയുടെ ഫോൺ വന്നല്ല കർത്താവേ, അവരുടെ ചേടത്തി വാള കർത്താവേ സീരിയസ് ആണ്, ഡോക്ടർ പറഞ്ഞു മരിച്ചു പോകുന്ന കർത്താവേ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്ര അപ്പ. അവരുടെ മകൻ്റെ വിവാഹം അവർ നിന്ന് നടത്തുവാൻ നീ സഹായിക്കണമേ. നീ സഹായിക്കണമേ കർത്താവേ. നീ അനുഗ്രഹിക്കണമേ. ആരും നാശമായി പോവാൻ നീ വിടല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പ. വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. രോഗികളായി ICUവിലും വെന്റിലേറ്ററിലും കഴിയുന്നവർക്ക് നീ വിടുതൽ കൊടുക്കണമേ. സ്വർഗം തന്നെ സിംഹാസനവും ഭൂമി തൻ്റെ പാതവിടവുമായിരിക്കുന്ന യേശുവിൻ്റെ കരവിധ നിങ്ങളുടെ മേലെ വരുന്നു. പരിശുദ്ധാത്മനെ നീ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. ഈ നിമിഷമേ നീ തൊടണമേ. ഒരിക്കലും നശിപ്പാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ കർത്താവെ. എല്ലാ പാസ്റ്റർമാരെ, അയ്യകാരുമാരെ, എല്ലാ കർത്താവെ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നിന്റെ സുവാർത്ത 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. കൈവിടല്ലപ്പ. ക്രിസ്തവിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ കർത്താവേ. ഇടപെടണമേ അപ്പ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. സകലവും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയല്ലേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.